ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് ജാമ്യം റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിച്ചേക്കും. കടാബായിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട്. ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരെയാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. നാളെ തന്നെ ഹർജി കേൾക്കണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അവധിക്കാല ബെഞ്ചിന് മുൻപാകെ അഭ്യർത്ഥന നൽകും. കഴിഞ്ഞ ദിവസമാണ് മദ്യനയ അഴിമതി കേസിൽ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത്. ഇതിന് പിന്നാലെ കെജ്രിവാളിന് നൽകിയ ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര ഹർജിയുമായി ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വാദങ്ങൾ മുഴുവനായി അവതരിപ്പിക്കാൻ സമയം നൽകാതെയാണ് വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയതെന്ന് ഇഡി ഹൈക്കോടതിയിൽ വാദിച്ചു. ഇതോടെ ജാമ്യം ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇഡിയുടെ വാദം അടിയന്തരമായി കേൾക്കണമെന്നും അതുവരെ ജാമ്യം നൽകിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരില്ലെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. വിചാരണ കോടതിയുടെ നടപടിയിൽ വീഴ്ചയുണ്ടായെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ SV രവി വാദിച്ചിരുന്നു. വാദം കേൾക്കുന്നതുവരെ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തു എന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം ഹൈക്കോടതി വിധി പറയുന്നത് വരെ കെജ്രിവാളിന് തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കെജ്രിവാൾ ഒരുങ്ങിയത്. എന്തായാലും സുപ്രീം കോടതി ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം കെജ്രിവാളിന് ഏറെ നിർണായകവുമാവും.